പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും തൻ്റെ കൂടെ യാത്ര ചെയ്തവരും കപ്പൽ തകർന്ന് നീന്തിക്കയറിയ ഒരു ദ്വീപിനെക്കുറിച്ച് പറയുന്നുണ്ട്. മെലിത്ത അഥവാ ഇന്നത്തെ പേര് മാൾട്ട. 27-ാം അധ്യായത്തിൽ കാണുന്നത് ഇവർ യാത്ര ചെയ്ത കപ്പൽ തകർന്നു. 276 യാത്രക്കാർ ഇവർ നീന്തി ആ ദ്വീപിലേക്ക് കയറി. ആ ദ്വീപുവാസികൾ ബർബരന്മാർ ഇവരോടൊരു പ്രത്യേകത തോന്നി. മഴയത്ത് വെള്ളത്തിൽ തണുത്തു വിറച്ച് കയറി വന്നവരെ അവരുടെ തണുപ്പകറ്റാൻ വേണ്ടി അവർ വിറക് കൂട്ടി തീയിട്ടു. ആ കൂട്ടത്തിൽ പൗലോസപ്പോസ്തലൻ ഒരു വിറകെടുത്ത് തീയിലേക്കിട്ടപ്പോൾ ആ വിറകിനകത്ത് ഒരണലി ഉണ്ടായിരുന്നു. ഈ അണലി പൗലോസപ്പോസ്തലനെ കടിച്ചു. പെട്ടെന്ന് ദ്വീപുവാസികൾ ചിന്തിച്ചു. അവർ പറയുന്നൊരു വാക്കിങ്ങനെയാണ്: കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ജീവിക്കാൻ നീതി ദേവി അനുവദിക്കുന്നില്ല. ഈ മനുഷ്യൻ ഒരു കുലപാതകൻ. നമ്മൾ ആ ഭാഗം ശരിക്കും വായിച്ചു വന്നാൽ കാണാൻ കഴിയുന്നത്, ഈ 276 പേർ പട്ടിണി കൊണ്ട് മരിക്കേണ്ട സാഹചര്യത്തിൽ ദൈവശബ്ദം കേട്ട് അവരെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചത് പൗലോസപ്പോസ്തലനാണ്. 275 പേരെ കടിക്കാത്ത പാമ്പ് പൗലോസിനെ കടിച്ചു. പെട്ടെന്ന് ചില ചിന്തകളുണ്ടാകാം. ആ മനുഷ്യരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ പറയുന്നു, ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ, പ്രശ്നം വന്നത് ഈ ഒരാൾക്കാണ്. എന്നാൽ തുടർന്നുള്ള ഭാഗം നമ്മൾ കാണുമ്പോൾ പൗലോസപ്പോസ്തലൻ ഉറച്ചു നിൽക്കുക. പാമ്പ് കടിച്ചിട്ട് താൻ പേടിച്ചില്ല. നമുക്കറിയാം, പാമ്പ് കടിയേറ്റം മരിക്കുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷവും പാമ്പിൻ്റെ വിഷത്തേക്കാൾ ഉപരി അവരുടെ ഉള്ളിൽ കയറുന്ന ഭയമാണ്. ഭയമുള്ളിൽ കയറുമ്പോൾ ഈ വിഷം അല്പം കൂടെ സ്പീഡപ്പ് ആകും. അങ്ങനെയാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. എന്നാൽ മാരക വിഷമുള്ള അണലി കടിച്ചിട്ടും എന്തുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ പേടിക്കാഞ്ഞത്? 27-ാം അധ്യായത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, പൗലോസിൻ്റെ അടുക്കൽ വന്ന ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട്, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാണ്. ദൈവശബ്ദം കേട്ട ഭക്തൻ ഒരു കാര്യം മനസ്സിലായി: യാത്രക്കിടയിൽ പാമ്പ് കടിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും മരണം സംഭവിക്കത്തില്ല. ഞാൻ എത്തേണ്ടിടത്തെത്തും, അവിടെ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യും. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് ഭക്തൻ ഉറച്ചു നിന്നത്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതീക്ഷിക്കാത്തതൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. അന്നേരം ആ സമയത്ത് ഭയപ്പെടാതെ പതറാതെ ഉറച്ചു നിൽക്കണം. കാരണം ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. നമ്മുടെ നാളുകളെക്കുറിച്ച് നമ്മളോട് ഓൾറെഡി ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ വാഗ്ദത്തമുള്ള ദൈവമക്കൾ ഉറച്ചു നിൽക്കണം, ധൈര്യപ്പെടണം. പ്രശ്നത്തിന് നടുവിൽ പതറിപ്പോകരുത്. നിങ്ങളുടെ ഉറപ്പും ധൈര്യവും കാണുമ്പോൾ നിങ്ങളെ കാണുന്നവർക്കും ഒരു ധൈര്യം ഉണ്ടാകണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തെ ഓർക്കാതെ തന്ന വാഗ്ദത്തെ ഓർക്കാൻ ഉള്ള കൃപ തരണമേ. ആ വാഗ്ദത്തത്തെ ഓർക്കാൻ കഴിഞ്ഞാൽ പ്രശ്നത്തിന് നടുവിൽ പതറാതെ ഉറച്ചു നിൽക്കുവാൻ വലിയവനായ കർത്താവ് നമുക്കിടയാക്കും. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. God bless you.